അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച വന്നിട്ടോ. അപ്പം ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കുറേ നാളായിട്ട് എല്ലാ ശനിയാഴ്ച എനിക്ക് എന്തെങ്കിലും ആയിട്ട് പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ശനിയാഴ്ച നമുക്ക് വീട്ടിൽ കിട്ടലേ ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പരിപാടിയൊന്നുമില്ല ഭാഗ്യത്തിന്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി വീക്കെൻഡ് വ്ളോഗ് എടുക്കാം. അത്ര പോലെ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മടിയാവും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് തന്നെ മറന്നു പോകും. എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ വിചാരിച്ചിന് രാവിലെ എണീച്ചിട്ട് പിന്നെ പിടിക്ക് പോയിട്ട് മീനെല്ലാം വാങ്ങിയിട്ട് ഞാൻ മീൻ കറിയെല്ലാം വെക്കണം വിചാരിച്ചിന്. പക്ഷേ എണീക്കുമ്പോൾ തന്നെ ഇപ്പം സമയം 10:30 മണിയായി. ഞാൻ നേരത്തെ എണീച്ചെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ച് സമയം ഫോണിൽ നോക്കിയിട്ട് പിന്നെ അതിലെ ആടെ ഉറങ്ങി. ഇതിപ്പാണ് എണീക്കുന്നത്. ഇപ്പം നല്ല മഴയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീൻ വാങ്ങിക്കും. എനിക്ക് എന്തായാലും മീൻ തിന്നണം. അപ്പോൾ ചെമ്മീൻ വാങ്ങും എന്തായാലും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് ഇപ്പം ആദ്യം ചായ കുടിക്കാം. ഹായ് ഗായ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല. കാര്യം മറന്നു പോയിട്ടുണ്ടായിനി. ഇപ്പം തന്നെ സമയം 1:30-2 മണിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മീൻകറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഉച്ചയായി. ഇപ്പം ഞാൻ വാങ്ങാൻ പോകുന്നത്രേ ഉള്ളൂ. ഇനി വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചതിന് ശേഷം ഞാൻ ആടെ സോഫയിൽ ഇങ്ങനെ കിടന്ന് കുറേ സമയം കുറഞ്ഞു. ഇപ്പം ഞാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം അങ്ങനെ ഞാൻ മീനെല്ലാം വാങ്ങിച്ചു. ചെമ്മീൻ വാങ്ങിയിട്ടില്ല. ഒരു കാര്യം വാങ്ങാൻ മറന്നു. തേങ്ങാപ്പാലാണ് മെയിൻ. തേങ്ങാപ്പാൽ വാങ്ങാൻ മറന്നു. അപ്പോൾ തേങ്ങാപ്പാൽ വാങ്ങിയിട്ട് തരട്ടെ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഞാൻ കുറേ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ ഫുൾ ടൈം വെറുതെ ഇരുന്നത്, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മീൻ വാങ്ങാൻ പോയിട്ട് മീൻ കറിയെല്ലാം വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടി എൻ്റെ മീൻ കറി? അത് മൈൻഡ് ആക്കണ്ട ഗൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം നല്ല മഴ പിടിച്ചിട്ടുണ്ട്. രാവിലെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്, പക്ഷെ പെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മ സൈക്കിൾ ഓട്ടാൻ പോകാൻ വിചാരിക്കുന്നുണ്ട്. കാരണം മഴ പെയ്താൽ നല്ല രസം ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ അബിയുണ്ട്, ഞാൻ കുട്ടും, നമ്മ മൂന്നാളിപ്പം എങ്ങോട്ടെന്ന് അറിയില്ല. എന്നാലും ഞാൻ കാണിച്ചാൽ ഇപ്പം നോക്ക്, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഹായ് 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 അമ്മ. മഴ പിടിച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് മഴ പെയ്താൽ മതിയൊരു നല്ല രസം ഉണ്ടാവും. എനിക്ക് ഇവിടെ കണ്ട 2 കുരു പാമ്പ് പിടിച്ചാൽ മതിയുണ്ട്. 2 കുരു സെയിം ഡിസ്റ്റൻസിൽ, ഒരേ അളവിൽ, ഒരേ വലിപ്പത്തിൽ. ഒന്ന് പോകുമ്പോൾ ഒന്ന് വരും. പക്ഷെ എൻ്റെ കാലം മാത്രം പോകുന്നില്ല. I don't know why. ഇനി നമുക്കപ്പോൾ പോയി സൈക്കിൾ എടുക്കാം. അപ്പോൾ കുട്ടൂനും അബിക്കും ഓൾറെഡി സൈക്കിൾ കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിൾ തപ്പിക്കൊണ്ട് പോകുന്നോ. മുമ്പിൽ പോയി
നല്ല മഴ പിടിച്ചിട്ടുണ്ട്, ഇരുട്ടായ പോലെ ഉണ്ട്. ഇനി സന്ധ്യ ആയിട്ട് ഇരുട്ടായിരുന്നു അറിയില്ല, പക്ഷെ 6 മണിയല്ലേ ആയിട്ട്, 6 മണിയും ആയിട്ടില്ല, 5:30 ആയിട്ടുള്ളൂ. സോറി, 5:30 അല്ല, 6 മണി തന്നെ ആയി, 6:15 സന്ധ്യ എന്നും പറയാം. അപ്പൊ എനിക്ക് എന്റെ സൈക്കിൾ കിട്ടി. അപ്പൊ നമ്മളങ്ങനെ നമ്മളെ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങും. അങ്ങോട്ട് നിന്ന് ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. മഴ പെയ്തു ഗൈസ്. അപ്പൊ മഴ ഇങ്ങനെ പെയ്തു. വലിയ മഴയൊന്നുമില്ല, പക്ഷെ എന്നാലും അതല്ലേ മഴ പെയ്യുന്നുണ്ട്. ഹായ്. അപ്പൊ നമ്മള് പുങ്കോൾ സാഫ്രയിലെത്തി. ഇവിടെ ഒരു സെയില് നടക്കുന്നുണ്ട്, NDP സെയില്. ഇപ്പൊ നാഷണൽ ഡേ അല്ല ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചാടി പോവാന്ന്. അയ്യോ, നല്ല മഴ പെയ്തു. പാഞ്ഞാ ചാടി. പോയി ചാവുന്ന. അയ്യോ അയ്യോ അയ്യോ, ജാറും ഇല്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി വന്നിട്ട് ഡെക്കാത്തലോണിലേക്ക് വന്നിട്ടുണ്ട്. വെറുതെ വിൻഡോ ഷോപ്പിംഗ് മാത്രം. ഓക്കെ, ഇവിടുന്ന് പിന്നെ എന്തെങ്കിലും ബബിൾ ടീ കുടിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ബബിൾ ടീ ഉണ്ട്. ഇവിടുത്തെ ഡെക്കാത്തലോൺ ഭയങ്കര വലിയ ഷോപ്പ്, വലിയ ഷോറൂം. എൻ്റെ മുകളിലേക്കും ഉണ്ട്. മുകളിലേക്കാണോ തല മുകളിലേക്കും പോകും.